ഇപ്പോൾ ധാരാളം എൻട്രൻസ് പരീക്ഷകൾ CBT മോഡ് എക്സാമിനേഷൻ എന്നാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തന്നെ പറയാറ്. ധാരാളം വിദ്യാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ചൊരു കൺഫ്യൂഷനാണ്. എന്താണ് ഈ CBT എക്സാമിനേഷൻ? CBT എക്സാം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നാണ്. ഇപ്പോൾ ഈ വർഷത്തെ NDAയുടെ മുൻ വർഷങ്ങളിൽ ഉൾപ്പെടെ എക്സാമിനേഷൻ നടക്കുന്നത് CBT എക്സാമിനേഷനാണ്. അതേപോലെ തന്നെ കേരളത്തിലെ എഞ്ചിനീയറിങ്ങിൻ്റെ കീം എക്സാമിനേഷൻ CBT എക്സാമിനേഷനാണ്. അങ്ങനെ ഒരു നാഷണൽ ലെവലിലുള്ള ധാരാളം എൻട്രൻസ് പരീക്ഷകൾ ഇപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനായിട്ടാണ് നടക്കുക. അപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ ടാർഗറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാ റിട്ടൺ OMR ഷീറ്റിൽ പെൻ ആൻഡ് പേപ്പർ എക്സാമിനേഷന് പ്രാക്ടീസ് ചെയ്യുന്നതിന് പകരം CBT എക്സാമിനേഷൻ കൂടി പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നാം എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ഇതിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുക? ഇപ്പോൾ ഒരു എക്സാമ്പിൾ NDA നടത്തുന്ന JEED എക്സാമിനേഷൻ അല്ലെങ്കിൽ CUET എക്സാമിനേഷൻ, ഇതേപോലുള്ള പരീക്ഷകൾ ഒരു CBT എക്സാം നാം എഴുതണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഡിഫറെൻറ്റ് മോഡൽ എക്സാമിനേഷൻസ് ഉണ്ട്. നമുക്ക് ആ മോക്ക് ടെസ്റ്റ് പേപ്പറുകൾ അറ്റൻഡ് ചെയ്യാം. ഇനി അങ്ങനെയും സൗകര്യം കിട്ടാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആൽഫ അക്കാഡമി അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ആൽഫയുടെ വെബ്സൈറ്റ് വഴി ലേണിംഗ് ആപ്പ് വഴി നമ്മൾ CBT എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള മോക്ക് ടെസ്റ്റ് പേപ്പറുകൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താം. എന്തായാലും ശരി, ഒരു CBT എക്സാമിനേഷനാണോ നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഒരു പെൻ ആൻഡ് പേപ്പറിൽ പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാം ഹാളിൽ പോയി ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. പകരം CBT എക്സാമിനേഷൻ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്ത് എക്സാം ഹാളിൽ എങ്ങനെയാണ് ഒരു സ്ക്രീനിങ്ങിൻ്റെ അപ്പിയറൻസ് വരിക, ക്വസ്റ്റ്യൻ വായിക്കേണ്ടത്, ആൻസർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് ആൻസർ സബ്മിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത്, ഇതേപോലുള്ള കാര്യങ്ങളിലൊക്കെ നല്ല പ്രാക്ടീസ് CBT എക്സാമിനേഷനിൽ നേടിയതിന് ശേഷം മാത്രമേ ഒരു CBT ബേസ്ഡ് എക്സാമിനേഷൻ നടക്കുന്ന എൻട്രൻസ് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ ഒരു വിദ്യാർത്ഥി എക്സാം ഹാളിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ എന്താണ് CBT എക്സാം എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും. ഇതൊക്കെ നമുക്ക് ഈസി ആക്കാം. പഠിക്കേണ്ട സമയത്ത് നന്നായി പഠിക്കുക, നമ്മുടെ ഫ്യൂച്ചർ ബെസ്റ്റ് ആക്കുക. ഓൾ ദ ബെസ്റ്റ്.